ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ബദിയെടുക്ക ടു ഒഡീസിയ സെക്കൻഡ് ഓഫ് പാർട്ട് വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു താപയുടെ ഭാഗത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ലോറിൻ്റെ അകത്താണ് കിടന്നുറങ്ങിയത്. അവർ രണ്ടുപേരും ടെൻ്റ് അടിച്ച് അതിൻ്റെ അകത്താണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇതുവരെ നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയെ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സംവൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേസായ ബ്ലോഗ്. സർ ഇദ്ദേഹമാണ് നമ്മളെ ലിഫ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹീസ് ഗുഡ് പേഴ്സൺ, റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് യു. താങ്ക് യു सो मच दोस्तों. कल रात में गाड़ी का अंदर इधर सो गया था. गाड़ी का ड्राइवर बहुत सपोर्ट किया है, पंखा चालू किया है, AC चालू किया. बहुत ശുക്രിയ. ഈ ഒരു വാഹനത്തിൻ്റെ AC വെൻ്റാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ ഇതുവരെ യാത്ര ചെയ്തത് ഈ ഒരു ഭാരത് ബെൻസിൻ്റെ ടോറസ് ടൺവീൽ. അപ്പോൾ കുറേ പേർക്കൊരു സംശയം, ഞാൻ വാഹനം ഓടിക്കുമെന്നുള്ളത് തന്നെ ഒരുപാട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഹെവി വാഹനം ഓടിക്കാറുണ്ടോ എന്നുള്ള. അതിനുള്ള ഒരു മറുപടിയും കൂടിയാണ്. ഞാനപ്പോൾ ആദ്യം ഓടിച്ചിട്ടുള്ളത് പിന്നെ ലോറി ഓടിച്ചിട്ടുണ്ട്, 407 ഓടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ JCB ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 42 ഇഞ്ചിൻ്റേതായിട്ടുള്ള ട്രക്കർ, അതായത് യമാൻ്റെ ബൈക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നില്ല, ആ ഒരു ട്രക്കറും കൂടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനം ഞാൻ ആദ്യമായിട്ടാണ് ഈ ടോറസ് ടൺവീൽ 32 ഇഞ്ചിൻ്റെ ഓടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് ആയിട്ട് വരുന്നത് 28 ടണ്ണാണ്. അപ്പോൾ അൺലോഡിങ് വെയിറ്റ് ആയിട്ടുള്ളത് 18 ടണ്ണ്. അപ്പോൾ വാഹനത്തിൻ്റെത് 10 ടൺ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും മുമ്പോട്ട് ഞാൻ ഓടിക്കുന്നത് ഞാനായിരിക്കും. ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമാണ്, ആദ്യം വണ്ടി കയ്യിലിട്ട് കഴിഞ്ഞാൽ ആദ്യം ബ്രേക്കൊന്ന് ഞാൻ ചെക്ക് ചെയ്ത് വെക്കും, ഒന്ന് ഷഡൻ ചവിട്ടിയിട്ട്. നമ്മൾ വാഹനം ആദ്യം ഓടിക്കുന്നതിന് മുമ്പ്, അതായത് ഹെവി വെഹിക്കിളാണെങ്കിലും ലൈറ്റ് മോട്ടോഴ്സ് വെഹിക്കിളാണെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബ്രേക്ക്. അതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ യാത്രക്കിടയിൽ ഒരുപാട് ലോറിക്കാരെ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്ത് വരുന്ന ലോറിക്കാർ, അതായത് നമ്മുടെ നാട്ടിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളും കാര്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ, അവരുടേതായിട്ടുള്ള ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടെ യാത്രക്കിടയിൽ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകളാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ തന്നെ. ഈ പലയിടങ്ങളിലായിട്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ പോലീസാണെങ്കിലും RT ഓഫീസറാണെങ്കിലും അവരുടെ ഹറാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് നമ്മുടെ കേരളം തന്നെ വിട്ട് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കള്ളന്മാരുടെ ശല്യം. ചിലയിടങ്ങളിൽ പിന്നെ ഈ ഒരു ഒഡീസ ആ ഒരു ഭാഗത്തോട്ടെല്ലാം ആണെങ്കിൽ കള്ളന്മാർ തോക്കും കാര്യങ്ങളൊക്കെ ആയി വന്നെന്ന് ഡ്രൈവർമാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. അങ്ങനെ അവരുടെ ജീവൻ തന്നെ പണം വെച്ചിട്ടാണ് ഓരോ ഡ്രൈവേഴ്സും നമ്മുടെ നാട്ടിലേക്കുള്ള ധാന്യങ്ങളും മറ്റ് വസ്തുക്കളൊക്കെ എത്തിച്ചേരുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ അവർക്ക് നല്ല പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവരുടെ വളരെ കഷ്ടപ്പെട്ടുള്ള ഉറക്കം കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാണ് അവർ യാത്ര ചെയ്യുന്നുള്ളത്. അവർ ലോറി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഈ ലോങ്ങിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ഈ ലോറിയെല്ലാം കാണുമ്പോൾ നമ്മളൊന്ന് സൈഡാക്കി, കുറച്ച് സൈഡ് ഒതുക്കിയിട്ടില്ല, കഴിയുന്നത് നമ്മളൊന്ന് കഴിയുന്നത്ര രീതിയിൽ നമ്മളൊന്ന് സൈഡാക്കി കൊടുത്ത് അവരെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുക. അതല്ലാണ്ട് അവർ സൈഡ് കയറുന്നില്ല, അവർ ഭയങ്കര റോങ് ആണ് വരുന്നൊക്കെ എന്ന് കയറിയിട്ട് അവർക്ക് മുമ്പിൽ പിന്നെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോട ഇട്ടിട്ട് അവരെ ശല്യപ്പെടുത്തുന്ന, ഹറാസ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതെൻ്റെ റിക്വസ്റ്റും കൂടിയാണ്. അപ്പോൾ പല സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലൊക്കെ നമുക്ക് കാണാറുണ്ട്, വാഹനത്തിൻ്റെ ഈ ഇതുപോലുള്ള ലോറികളുടെ ഇടയിൽ കുറുകെ ചാടിയിട്ട് അവരെ ഒരുപാട് ശല്യം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ആന്ധ്രഭാഗത്ത് ഓട്ടോയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടില്ലേ, 15 പേരാണ്. ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ അടക്കം 3 പേരും, നടുവിൽ കുറച്ച് ആൾക്കാരും, പിന്നെ ബാക്ക് ഡിക്കിൻ്റെ ഭാഗത്ത്, അങ്ങനെ മൊത്തം 15 ആൾക്കാരാണ് യാത്ര ചെയ്യാറുള്ളത്. കാളവണ്ടി കാണാത്തവരാണെങ്കിൽ ഒന്ന് കണക്കുള്ളവരെ കണ്ടോ, കാളവണ്ടിയാണത്. ഈ ഒരു യാത്രക്കിടയിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അതായത് നമ്മുടെ ഈ ഒരു ബദിയെടുക്ക ടു ഒഡീസയ്ക്കുള്ള യാത്രക്കിടയിൽ നമ്മൾ ലിഫ്റ്റ് അടിച്ചാണ് പോലും യാത്ര ചെയ്യുന്നതെങ്കിലും നല്ല പോലെ എനിക്ക് ഈ ഒരു യാത്രയിൽ എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും വീഡിയോ മുഴുവനായി കണ്ടാൽ തന്നെ പോരാ, ഓരോ ആളുകളും വീഡിയോ കണ്ടതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ആ ഒരു കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യാറും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു വീഡിയോക്കും നിങ്ങളുടെ ആ ഒരു കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. യാത്രക്കിടയിൽ ഒരുപാട് ആകാശം മുട്ടി നിൽക്കുന്നതായിട്ടുള്ള പർവ്വതങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഭാഗത്തുള്ള പർവ്വതങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതായിട്ടുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്.
ഈ ഒരു ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടല്ലേ, ട്രാക്ടറിൽ പച്ചപ്പുല്ല് കൊണ്ടിരുന്ന ആ ഒരു വാഹനം ശരിക്കും ഈ ഒരു ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോകുന്ന റോഡാണ് ചെന്നൈ ഭാഗത്തോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇടതുവശത്തോട്ടാണ് വണ്ടി കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആന്ധ്രാഭാഗത്തോട്ട് പലതരത്തിലുള്ള കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കൃഷി വരെ ഈ ഒരു ഭാഗത്തോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തോട്ട് കണ്ടില്ലേ, നിറയെ പാക്കറ്റിൻ്റെ അകത്ത് മാവിൻ്റെ തൈകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പശുക്കിടാവ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നിറയെ ഈ ഒരു ഭാഗത്തോട്ട് മാമ്പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ ഒരുപാട് മാമ്പഴങ്ങൾ നിലത്ത് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഒരു വാഹനം ഉണ്ടല്ലോ AP, ഈ ഒരു ട്രാക്ടറിലാണ് ഇവിടെ നിന്നും മാമ്പഴങ്ങൾ നിറയെ ലോഡ് ചെയ്തിട്ട് കമ്പോളത്തിലേക്ക് കൊണ്ടുപോകാറുള്ളത്. ഈ ഒരു ഹൈവേയിലുള്ള ചെറിയൊരു തട്ടുകട ഉണ്ടല്ലേ, ഇവിടുത്തെ ഈ ഒരു ആന്ധ്രാഭാഗത്തോട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ദോശയാണ് മുട്ട ദോശ. മുട്ട ദോശയ്ക്ക് വെറും 30 രൂപയാണ്. സൂപ്പർ. ഞങ്ങൾ 3 പേരും മുട്ട ദോശയാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ എരിവിനായിട്ടുള്ളതായിട്ടുള്ള കുറച്ച് മുളക് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഞാനിപ്പോൾ ഒരു മുട്ട ദോശ സാപ്പിടുക. കൊഞ്ചം കൊഞ്ചം തരും. ഇപ്പോൾ മുട്ട ദോശ ഞാൻ തിന്നുന്നുണ്ട്. ആന്ധ്രയിലെ നെല്ലൂരു എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു മാമ്പഴത്തിൻ്റെ റേറ്റ് 5 കിലോ മാമ്പഴത്തിന് വെറും 100 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു മാങ്ങൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണ് നമുക്കൊന്ന് ചോദിച്ചേക്കുക. എത്ര ഇതിന്? ഹൗ മച്ച് ഇസ് ഇറ്റ് ഫോർ kg? 1 kg 5 kg 100 रुपये. 5 kg 100 रुपये मिलते. തൊട്ട് മുമ്പ് 5 കിലോ నల్లూరు 100 രൂപക്കാണ് തന്നുണ്ടായിരുന്നത്. లోపలికాయి రేట్ పెరిగింది. అక్కడ బేరకాయ ఇక్కడ బేరకాయ ഒരുപാട് ഐറ്റംസ് ആണ് ഉണ്ട്. നല്ല ഫ്രഷ് ഐറ്റംസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ വന്നൊരു പയ്യുണ്ടല്ലോ, ആ ഒരു പയ്യാന്ന് വന്നിട്ടില്ല. ഇപ്പം നമുക്ക് നേരെ പോകുന്ന ലോറി ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഒരു ഐസ്ക്രീം എല്ലാം കഴിക്കാൻ തരുന്നൊരു പ്ലാനിലാന്ന് വന്നത്. ഐസ്ക്രീം ಎಷ್ಟು ಹೌ ಮಚ್ ಇಸ್ 50 ರೂಪಾಯಿ. 50 ರೂಪಾಯಿ. 40 50 50 ರೂಪಾಯಿ. 40 ಅಲ್ಲೋ నువ్వు బారా యాభైగానే. ഓന് 40 ഇല്ല, ഇയാൾ 50 ഇല്ല. വേറെ ഇതില്ല, വേറത് दूसरा क्या क्या है? ഇത് ക്യാ इसका अंदर ఏవనా 10 रुपये वाले छोटा ये 10 रुपये है. हाँ. और दूसरा इसका ये 20 रूपाಯಿ. हाँ 20. तीन ചോക്കോബാർ 3 ചോക്കോബാർ ഞാൻ ഇപ്പോൾ എടുത്ത് 20 ഓർക്കും. ആഹാ, എന്തൊരു കാഴ്ചയാണ്, മനോഹരമായിട്ടുള്ള കാഴ്ച. 2 വീലറിൽ 3 പേരും 4 പേരും 5 പേരും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തോട്ട്. കൂടാണ്ട് ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും ധരിക്കാറില്ല ഇവർ. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ RTO പോലീസും എല്ലാം ഒന്ന് കണക്കുള്ളവർക്ക് കാണേണ്ടതാണ്. ഈ ഒരു കാഴ്ച മറ്റും കേരളത്തിലെ പോലീസ് കണ്ടായിരുന്ന ഇവരൊക്കെ ഓടിച്ച് പിടിച്ച് അവർ അപകടത്തിലാക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അവർ ചെയ്യട്ടില്ല. അത്രത്തോളം ഒരു സൈസാണ് ഈ കേരളത്തിൽ ഉണ്ട് കുറച്ച് പോലീസുകാർ. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ കാസർഗോഡ് ഭാഗത്ത് പോയപ്പോൾ പിന്നെ അവിടുന്ന് കോട്ടിക്കുളം ഭാഗത്തുനിന്ന് ഒരു SI നമുക്ക് വെറുതെ ചുമ്മാ ഒരു ഫൈൻ ഇട്ടുന്നു. അതിൻ്റെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതായിരുന്നു.
ആദ്യമൊക്കെ കുറച്ച് നാവളക്കി എങ്കിലും പിന്നീട് കുറച്ച് സൈലൻ്റ് ആയി. അപ്പോൾ അത് കാരണം ഞാൻ ആ വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തു. മുമ്പിലൂടെ ലോറിയിൽ കയറ്റിക്കൊണ്ട് വന്ന ടയർ ഉണ്ടല്ലേ, അത് ട്രെയിനിൻ്റെ ടയറാണ്. അത് ഒഡീഷ ഭാഗത്തോട്ടാണ് കൊണ്ടുപോകുന്നത്.